ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് ഒരു അടിപൊളി ബോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോപ്പർ ബാൻ എടുത്തിരിക്കുന്നത് 6mm ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് എൻഡ് ടൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മളെ ക്രിസ്റ്റൽ ബീഡ് തന്നെയാണ്. നല്ല അടിപൊളി ഷൈനിങ് ഉള്ള നല്ല ബീഡ്സ് ആണ് കേട്ടോ. 6mm നല്ല ബീഡ്സ് ആണ്. ഇതിന് എനിക്കൊരു ലെയർ മതിയാവണം കേട്ടോ. ഒരു ലെയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ലെയർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗിയർ വെയറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സിൽവറിൻ്റെ ഗിയർ വെയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഈ ബീഡ്സ് എല്ലാം കൂടെ ഒന്ന് കോർത്ത് കൊടുക്കണം കേട്ടോ. കോർത്ത് നല്ലതുപോലെ ഫുള്ളെല്ലാം കോർക്കണം കേട്ടോ. അല്ലാതെ നമ്മളിപ്പം നീളത്തിനാണ് എടുത്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ആ ഗിയർ വെയറിൽ വെച്ച് തന്നെ എല്ലാ ബീഡ്സും കോർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴേക്കും നമുക്ക് ബാക്കി ബീഡ്സിന് വേണമെങ്കിൽ കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എല്ലാ ബീഡ്സും കോർത്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബോയിൽ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. നല്ല ടൈറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ചുറ്റി കൊടുക്കണം. ചുറ്റി കൊടുത്തതിന് ശേഷം എൻഡ് ടേപ്പ് കട്ട് ചെയ്ത് ഒരു വശത്ത് നല്ലതുപോലെ നമ്മൾ ചുറ്റി കൊടുത്തിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ നമുക്ക് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ നല്ല ടൈറ്റായിട്ടിരിക്കോളും. പെട്ടെന്ന് ഇളകിയും വരില്ല, നല്ല ടൈറ്റായിട്ടിരിക്കും. അതിന് ശേഷം രണ്ട് ബീഡ് വെച്ച് ഇങ്ങനെ ചുറ്റി എടുക്കണം കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ ചുറ്റിയെടുക്കണം. അതും നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കണം, ലൂസായിട്ട് ചുറ്റിയെടുക്കരുത്. എന്നാൽ ബീഡ്സൊക്കെ ആടി ഇരിക്കും. അതുമാത്രമല്ല കമ്പിയൊക്കെ ഇങ്ങനെ പുറത്ത് കാണുന്ന രീതിയിൽ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഓരോന്ന് ചുറ്റി കൊടുത്ത് ഒരു ഭാഗം എത്തുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ, അടിപൊളിയായിട്ട് സെയിലാവുന്ന ബോയാണ് കേട്ടോ. നല്ല ബോയാണ്, നല്ല സൂപ്പറായിരിക്കും, ഹെവി ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട് ഫൈനൽ. പിന്നെ ബീഡ്സൊക്കെ വലിയ റേറ്റൊന്നും ഇല്ല. ഒരു ലെയറിനൊക്കെ 30 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ലെയറും ആവശ്യമായി വന്നു. പിന്നെ കുറച്ച് ബീഡ്സും കൂടെ ആവശ്യമായിട്ട് വന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും എൻഡിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മുകളിൽ വെച്ചാണ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മളെ ബോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റും അതുപോലെ തന്നെ എൻഡ് ടേപ്പ് വെച്ച് നമ്മൾ ഗിയർ വെയർ കെട്ടിക്കൊടുത്തതിന് ശേഷം എൻഡ് ടേപ്പ് വെച്ച് അവിടെ കട്ട് ചെയ്ത് സൂപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതെനിക്കൊരു ഓർഡർ വന്നതാണ് കേട്ടോ. ഞാനത് പിന്നെ പാക്കിംഗ് കവറിലൊക്കെ ആക്കി സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുമാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഹെയർ അക്സസറീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. എൻ്റെ വാട്സാപ്പായിട്ട് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ഐറ്റംസ് അതിനകത്തും ഉണ്ട്. ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കാം. പിന്നെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്